ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഒരു പാകിസ്ഥാനി ഡിഷാണ്, പാകിസ്ഥാനി ചിക്കൻ കറി. കറാച്ചി ചിക്കൻ അഥവാ പർവേഷ് ചിക്കൻ എന്ന് പറയുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കറാച്ചി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കാം. നമുക്കിതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഇളക്കാം. അപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചേക്കണം. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് നല്ലോണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്കൊരു 20 മിനിറ്റത്തേക്ക് ഇതൊന്ന് ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു അരമണിക്കൂറായിട്ട് നമ്മൾ വെച്ചേക്കിയത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് നല്ലോണം വറുത്ത് കോരണം. നമ്മുടെ പർവേഷ് ചിക്കൻ അല്ലെങ്കിൽ നമ്മുടെ കറാച്ചി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളപ്പം. വളരെ ടേസ്റ്റി ആയിരിക്കും. നമുക്കിത് വറുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന സൺഫ്ലവറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും ചിക്കൻ, 1 കിലോ ചിക്കൻ വറുത്ത് കോരാൻ വേണ്ടുന്ന എണ്ണ എടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിച്ച് കിടക്കരുത്. നല്ലോണം നമുക്കിത് മുരിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ തക്കാളി നടുക്കൂടെ കീറിയതാണ് ഇതിപ്പം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണയ്ക്കകത്തോട്ട്. തക്കാളി ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കണം. ഈ എണ്ണയ്ക്കകത്ത് ഈ തക്കാളി ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് വെന്ത് വരണം. നല്ല ചൂടെണ്ണയാകുമ്പം തക്കാളി അങ്ങോട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറിയിട്ട് ആ പൾപ്പ് അങ്ങോട്ട് ഇറങ്ങും. ഇപ്പോൾ നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ അത് ഇളകിപ്പോയി, പൾപ്പ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്, ആ മാംസം മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ ഉടയ്ക്കണം, ഇങ്ങനെ കുത്തി കുത്തി ഉടയ്ക്കണം ഇതിനകത്തോട്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ഇത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം ഉടച്ച് നമ്മളിത് നല്ല പൾപ്പായി പോയത്, അതിൻ്റെ ആ മജ്ജ എല്ലാം ഈ ചിക്കനകത്ത് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും പൂണ്ടും കൂടി ചതച്ചത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എടുത്തേക്കുന്നത് ടീസ്പൂണാണ്, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകാണ്, ഒരു 6 പച്ചമുളക് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 6 പച്ചമുളക് കീറിയതാണ് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഇളക്കി. ഇനി ഇതിനകത്ത് ഇത്രയും ചാറുണ്ടല്ലോ എന്ന് ചോദിച്ചാലും നമുക്ക് ഒരു 1/2 ബൗള് വെള്ളം ഇതിനകത്ത് ഒഴിക്കണം, കമ്പൽസറി ആയിട്ട് ഒഴിക്കണം. ഈ വെള്ളത്തിനകത്ത് ഒന്നും കൂടി ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിനി ഫൈനലി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് വാങ്ങാം. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനി ചിക്കൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കുരുമുളക് പൊടി ചേർത്തിട്ട് അടിപൊളിയായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനി ചിക്കൻ അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇതേ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. നമ്മുടെ കറാച്ചി ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ കറാച്ചി ചിക്കൻ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമേസിംഗ് ആണ്. നമ്മുടെ ആ തക്കാളിയുടെ എസൻസ് ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കൂടുതലൊരു ഇൻഗ്രീഡിയൻസും ചേർക്കാത്തതുകൊണ്ട്
ആ ഇറച്ചിയുടെ പുറത്തോട്ടുള്ള നമ്മുടെ തക്കാളിയുടെ എസൻസിൻ്റെ പ്രയോഗം ഭയങ്കരമാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എന്നുണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.